ഗൈസ് ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുവിധ സുഖം തന്നെ. അതായത് ഇന്ന് ഞങ്ങൾ ഒരു സാധനം കാണിക്കാൻ പോവാണ്. ചീനി. ഈ ചീനി മേടിച്ച 6 ദിവസം. ഈ 6 ദിവസം എന്ത് ചെയ്ത് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഒരു കേടുമില്ല. നോക്ക് ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന് നോക്ക് ഗൈസ്. ഉണ്ടോ ചീനി എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഒരു കുഴപ്പമില്ല. നല്ല തണുത്തിരിക്കുക. ഇനിയിപ്പോൾ ഇതിനെ പാചകം ചെയ്യണം. അപ്പോൾ അതിലോട്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കുകയാണ്. ഉണ്ടോ, വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എന്തുവാണെന്നറിയാമോ? നല്ല അടിപൊളി 2 ചായ. 2 ചായ, 2 പേർക്കും ഓരോ ചായ. അതങ്ങോട്ട് കുടിക്കാൻ പോവാ ഗേസ് കേട്ടോ. ആഹാ, നല്ല ചായ സൂപ്പർ. അപ്പം ചീനി അടുപ്പിലോട്ട് സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെച്ചു. ഈ 6 ദിവസം കപ്പ 6 ദിവസം കപ്പ ഫ്രിഡ്ജിൽ കഴുകി വെച്ചിരുന്നത് കാരണം ഞങ്ങൾക്ക് സുഖമില്ലായിരുന്നു. 2 പേർക്കും 2 അല്ല 3 പേർക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. ഒരേ കോൾഡും പനിയും. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ഗൈസ്, അത് പറയാൻ മറന്നു. അതായത് ഞങ്ങൾ ആശപ്പെട്ട് ഈ നമ്മുടെ ചെറിയ മാങ്ങ ഉണ്ടല്ലോ, ഈ നാരുള്ള, അതിന് ഇവിടെ പറയുന്നത് ചക്കരക്കുട്ടി എന്ന് പറയും. നാട്ടിലും അതായിരിക്കും പറയുന്നത്, എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ചക്കരക്കുട്ടി എന്നും പറയും, പിന്നെ ചെറിയ മാങ്ങ എന്നും പറയും. അപ്പൊ ഞാനും വിജേഷും കൂടെ കേർപുരം പോയി. അപ്പൊ കേർപുരം വരുന്ന വഴിക്ക് ഈ മാങ്ങ കണ്ടു. വലിയൊരു മാങ്ങാക്കട. അത് ഇന്ത്യക്കാരനാന്ന് തോന്നുന്നു. ആ കുന്ന അവൻ പറയണ്ടേ, പന്ന നമുക്കങ്ങോട്ടറിയോ. കാണാൻ നല്ല രസമാണ്. പഴുത്തിരിക്കുന്ന നല്ല മണവും. ശരി, 1 കിലോ 300 രൂപ വെച്ച് 250 പറഞ്ഞ് തന്നു. മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലതായിട്ട് കഴുകി ഒക്കെ വെച്ച് വൈകുന്നേരം ആയപ്പോൾ ആള് ചെറിയ മാങ്ങ 2 കഴിച്ചു. രാത്രി ആയപ്പോൾ എനിക്ക് ആദ്യം സ്റ്റാർട്ടായത് ഇങ്ങോട്ട് വോമിറ്റിങ്. വോമിറ്റ് കഴിഞ്ഞ് പിന്നെ സുസ്തായിപ്പോയി. അത് കഴിഞ്ഞ് 3 മണി 3:30 ആയപ്പോൾ വൈകിന് സുഖമില്ലാതെ ഒരേ വോമിറ്റിങ്. രാവിലെ ആയപ്പോൾ കാണാൻ വിജേഷിന് സ്റ്റാർട്ട്. മൊത്തം 3 ദിവസം കിടന്ന് ഞങ്ങൾ പൈതാക്കോട് എടുത്തു. വോമിറ്റിങ് മാത്രമല്ല, ലൂസ് മോഷനും ഉണ്ടായിരുന്നു. ഗത്യന്തരം ഇല്ലാതെ രാവിലെ കാർ എടുത്തു. നേരെ വീട്ടിനടുത്ത് തന്നെ ഒരു ക്ലിനിക് ഉണ്ട്. അവിടെ ചെന്നാൽ ഡോക്ടർ വരാൻ 10:30 മണിയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാലേ, ഒരു മലയാളി നേഴ്സും വേറൊരു ബംഗാളി നേഴ്സും ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു ഞങ്ങൾ മരുന്ന് ഇടാമെന്ന് പറഞ്ഞു. ആൾക്ക് ഓരോ 3 പേർക്കും 3 ഇഞ്ചക്ഷനും ഇട്ട് ഓരോ ടാബ്ലറ്റ്സും ഒക്കെ തന്ന് പിന്നെ വീട്ടിൽ വന്ന് കിടന്നു. അപ്പം ഈ ചീനി അന്ന് പോയ സമയത്താണ് വാങ്ങിച്ചത്. അപ്പം അതിനി ചെയ്യാൻ പറ്റത്തില്ല, സുഖമില്ലാത്തതുകൊണ്ട്, ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് അരിഞ്ഞ് ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഇന്ന് അവനെ എടുത്ത് ഇപ്പൊ അടുപ്പിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഗൈസ്. ബാക്കി പുറകിൽ പറയാം. കപ്പയുടെ കൂടെ ചിക്കൻ കറിയോ ഗൈസ്, കപ്പയുടെ കൂടെ ഇന്ന് വേറൊരു സ്പെഷ്യൽ എന്താണ്, ചിക്കൻ കറി. ചിക്കൻ കറിയും കപ്പ വേവിച്ചതാണ് ഇന്നത്തെ പരിപാടി. അപ്പം അതിന് തേങ്ങ അതാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നു. ഓക്കെ, തേങ്ങ ഇനി അടുപ്പിൽ കിടന്ന് അങ്ങനെ വെന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സമയമെടുക്കും. തേങ്ങ അങ്ങനെ ചെറുതായിട്ട് അരിയാണ്. മഴ ഇവിടെ ചെറിയായിട്ടൊക്കെ മഴയുണ്ടായിരുന്നു. കോരമംഗലം സൈഡൊക്കെ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് പുറത്തൊന്നും പോകാൻ വയ്യ. ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂ, രണ്ടാമത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അടുത്തത് തേങ്ങ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വെളുത്തുള്ളി. ഇഞ്ചി ചെറുതായിട്ട് അരിയുന്നുണ്ടോ ഗൈസ്. വെളുത്തുള്ളി ആൾറെഡി അതിന്റെ തോലൊക്കെ എടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിയുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാണ്.
നല്ല മണം വരുന്നുണ്ട് ഇഞ്ചിയുടെ. നല്ല ഫ്രഷ് ഇഞ്ചിയാ. അടുത്ത ഒരു 4 സവോള, അത് സാധാ ഇതിൽ അരിയാണ് നീളമായിട്ട്. സവോള 4 എണ്ണം. ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തേക്കും സുഖമില്ല കേട്ടോ, കോൾഡ് കുറച്ച് മാറി. ഇപ്പൊ കൈവേദന കണ്ടോ, കയ്യിൽ ഒരു കെട്ടിട്ടേക്കുന്നുണ്ടോ, ബാൻഡ് വിടുന്നത്. കുറെ വർഷം കൊണ്ടേ ഉണ്ട്. എന്തൊക്കെയോ മരുന്നൊക്കെ ചെയ്ത് ഞങ്ങള് ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തു, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത്. അപ്പൊ അന്ന് കുറെ ദിവസം ഇച്ചിരിയൊക്കെ ഭേദം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അടുത്ത കഴിക്കുന്ന വേദന. കാര്യം എന്താണെന്നറിയോ, ഷുഗറുണ്ട്. ഷുഗറിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത്. 2 പേർക്കും ഷുഗറുണ്ട്. പക്ഷെ മരുന്നുകൾ ഞങ്ങൾ സേവിക്കുന്നുണ്ട്. നോർമലായിരിക്കും. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ചെക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ആ ടാബ്ലറ്റ്സ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ 4 സവാള ഓക്കെ ആയി, അരിഞ്ഞു. ഇത്രയായി. അപ്പോൾ ഇറച്ചി വന്ന് അടുപ്പേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചീനി ഉണ്ടോ, എന്തുകൊണ്ടിരിക്കുക ഉണ്ടോ ചീനി? തിളയ്ക്കണം. പത വന്നതേ ഉള്ളൂ. തിളയ്ക്കണം, ടൈം എടുക്കും. അപ്പോൾ 2 ടൊമാറ്റോ, നല്ല പഴുത്ത തക്കാളി 2 എണ്ണം, നല്ല ഫ്രഷ് തക്കാളിയാണ്, 2 എണ്ണം കട്ട് ചെയ്യുന്നു. ചെറുതായിട്ട് കട്ട് ചെയ്യുക. സോറി, ഈ കാര്യത്തേക്ക് സുഖമില്ല, കോൾഡ്. തക്കാളി 2ഉം കട്ടായിക്കൊണ്ടിരിക്കുക. ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തെ കട്ട് ചെയ്യുക. സവള റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ഒക്കെ ആയി. സവള കട്ട് ആയിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ സവാള റെഡി. വേവുന്ന ചീനി ആയിരിക്കും തോന്നുന്നു. 6 ദിവസം ഈ ചീനി ആയിരിക്കും വൃത്തിയാന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഫ്രഷാണ്, അളിഞ്ഞു പോവുകയോ കെട്ടുപോവുകയോ ഒന്നുമില്ല. എല്ലാം തിളച്ചോണ്ടിരിക്കുകയാണ്.
ഗൈസ് അപ്പോൾ ചീനി ഊറ്റി മസാലകൾ ചേർക്കുക ഉണ്ടോ. പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അരച്ച് ചേർത്ത്. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്തു. മഞ്ഞപ്പൊടി ചേർത്തു. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അത് മതി. ഉപ്പ് ഇട്ടു. അടുത്തത് ഒന്ന് ഇളക്കുക. ഇനി ഇച്ചിരി കൂടെ വെള്ളം പറ്റണം അതിൻ്റെ അടിയിൽ. പിന്നെ മസാലകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് മിക്സിയിൽ ജാറിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കുക. ജാറിൽ ചതയ്ക്കുക. ചതഞ്ഞ് ഗൈസ്, ചുമ്മാ 2 കറക്ക് ചതഞ്ഞു. അതിനെ ഇറക്കിയിട്ട് ഇനി അതിനെ കുഴയ്ക്കുക. വേവുന്ന ചീനിയാന്ന് തോന്നുന്നു. നല്ല ചീനിയ, സൂപ്പർ ചീനിയ. ഇത് നാട്ടിലെ കപ്പയാ കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങള് കയറുവരം പോയപ്പം ഇവിടെ നടുമുറ്റം എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, NRI ലേഔട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ, ഒരു 1.5 കിലോമീറ്റർ. അപ്പൊ അവിടെ കയറിയപ്പോൾ കാണാം അവർക്ക് ആഴ്ച 2 പ്രാവശ്യം വയനാട് നിന്ന് വണ്ടി വരും, ടെമ്പോ. അപ്പൊ പോയ വഴിക്ക് അവര് ഇന്നലെ കാണാനുള്ള ചീനിയായിരുന്നു. ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 2 കിലോ മേടിച്ചു. ആ ചീനിയാണ് ഈ സാധനം. നല്ല കുഴയുന്നുണ്ട്, കുഴപ്പമില്ല. വയനാട് ചീനിയാണ്, കയ്പൊന്നുമില്ല. നല്ല ചീനിയാണോ? ഉണ്ടോ, കുഴയുന്നുണ്ടോ? കറണ്ടി വെച്ച് ഇടിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെ മടലും പിന്നെ ഈ തൈര് കടയിൽ ഇതൊക്കെ വെച്ച് കുത്തും. ഇവിടെ അതൊന്നും ഇല്ല. നമ്മൾ കറണ്ടി സ്പൂണ്, വലിയ സ്പൂൺ വെച്ച് ഇടിക്കുക. പിടിച്ചു. നല്ല ഒന്ന്, നല്ല ചീനിയാ. വയനാട് ചീനിയല്ലേ, നല്ല ടേസ്റ്റ് ചീനിയാ. വയനാടെന്ന് പറയുന്ന മലമ്പ്രദേശമല്ലേ ഇവിടെ. അപ്പൊ അവിടെ വിളയുന്ന ചീനിയൊക്കെ നല്ലതായിരിക്കും. അവിടുത്തെ മണ്ണ് വേറെ കറുപ്പുണ്ട്. നല്ല കൊഴിഞ്ഞ കേസ് കണ്ട മതി, ഇത്രയൊക്കെ മതി. അങ്ങനെ ചീനി കുഴഞ്ഞു. ചീനി കുഴഞ്ഞു.
നല്ല സൂപ്പർ ചീനി. കണ്ടിട്ട് ഇപ്പോഴേ കഴിക്കാൻ തോന്നുന്നു, പക്ഷെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ, കൂട്ടാനില്ലാതെ എങ്ങനെ കഴിക്കുന്നു. അപ്പൊ അടുത്ത പരിപാടി ഇഞ്ചി ഇതും ആൾറെഡി ചതച്ച് കഴിഞ്ഞു. ചിക്കന് വേണ്ടുന്ന കുറച്ച് മല്ലി, ചിക്കന്റെ ഇതിനു വേണ്ടി മല്ലി അത് വറുത്തരയ്ക്കുക. നിന്ന് മല്ലി ഇട്ടു, പട്ട, ഏലക്ക, പട്ട, ഗ്രാമ്പ്, പെരുംജീരകം, വറ്റൽമുളക് ഇത്രയും വെച്ച് നമ്മളൊന്ന് പൊടിക്കും, വറുത്ത് പൊടിക്കും. അപ്പം പോയി കുഴപ്പമില്ല. അപ്പോൾ വറുത്ത് പൊടിക്കാനായിട്ട് ഒരു തവയിൽ മസാലകളെല്ലാം ഇട്ടു. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മല്ലി, പെരുംജീരകം, പിന്നെ പട്ട, ഏലക്ക, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ആൾറെഡി ചതച്ചതാണ്ട് ഈ ജാറിലുണ്ട്. അതൊന്ന് മൂപ്പിച്ചിട്ട് അതിനെ നമ്മൾ വറുത്ത് അരയ്ക്കുക. നല്ല മണം വരുന്നു ഗൈസ് മസാലയുടെ. ഉണ്ടോ? വറുത്ത് മാറ്റി വെച്ച് ഇച്ചിരി ചൂടാറണം. അപ്പൊ ചിക്കൻ ഇന്നലെ പുഴുങ്ങിയതാ കേട്ടോ. ഇനി അത് ഒന്നുകൂടെ വേകണം, നല്ല വെന്തിട്ട് മസാലയൊക്കെ ചേർക്കും. അപ്പൊ മസാല കണ്ടല്ലോ ഗൈസ് നിങ്ങള്, അതൊക്കെയാണ് മസാല. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്,
ഗൈസ് അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞു. അതിന് മേലെ കൊത്തമല്ലി ഇട്ടു. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇറച്ചി ചിക്കൻ കറി. നല്ല മണവും വരുന്നുണ്ട് ഗൈസ്. അല്ല ഒന്നാന്തര ജാറും കഷ്ണവും നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല ചിക്കൻ കറിയും കപ്പയും കഴിച്ച നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.